കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് ഉവ്വ കർത്താവേ എന്ന് അവർ പറഞ്ഞു. ഈ വചനഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ 2 കുരുടന്മാരാണ് കർത്താവിനെ പിൻചെന്നത്. ഈ 2 കുരുടന്മാരും ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ടാണ് യേശുവിനെ പിന്തുടർന്നത്. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കുക, യേശു വീട്ടിൽ എത്തുന്നിടം വരെയും ഈ കുരുടന്മാർ യേശുവിന്റെ പിന്നാലെ ചെന്നു, കരുണ തോന്നണമേ കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട്. യേശു വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ കുരുടന്മാരും ആ വീട്ടിലെത്തി. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് കർത്താവ് അവരോട് ചോദിക്കുമ്പോൾ അത് നാം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവോ? ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എല്ലാ അസാധ്യങ്ങളും സാധ്യമാക്കാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രയും നേരം ഈ കുരുടന്മാർ പിന്തുടരുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചു തന്നെ അവരുടെ വിശ്വാസത്തിന്റെ ഒരു പരിശോധനയായിരുന്നു. അവർ വീട്ടിൽ യേശുവിന്റെ കൂടെ എത്തിയപ്പോഴും യേശുവിനെ ദാവീദ് പുത്ര എന്ന് തിരിച്ചറിഞ്ഞു, കരുണ കാണിക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞു. ഉവ്വ് കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കർത്താവാണെന്ന് അവർ അംഗീകരിച്ചു. അവരുടെ വാക്കിനെ യേശു വിശ്വസിച്ചു, അവരെ സൗഖ്യമാക്കി. ഇന്ന് രാവിലെ നിങ്ങളുടെ ഏത് പ്രയാസമുള്ള കാര്യവും കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുക. ഇത് ചെയ്യുവാൻ കർത്താവെ അങ്ങയ്ക്ക് സാധിക്കും. എൻ്റെ രോഗം സൗഖ്യമാക്കുവാൻ, എൻ്റെ കടഭാരം നീക്കുവാൻ, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, എൻ്റെ വേദന മാറ്റുവാൻ, എൻ്റെ സങ്കടം മാറ്റുവാൻ അങ്ങയ്ക്ക് കഴിയുമെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞാൽ അത്ഭുതം നടക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഇത് ചെയ്യുവാൻ അങ്ങയ്ക്ക് കഴിയുമെന്ന് നിന്റെ മക്കൾ മനസ്സിലാക്കിയിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.